ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബി ആണ്. അപ്പോൾ ഇത് കുറേ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലം ഇന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ കൂടെ ചേരേണ്ട ഒരു ആവശ്യം ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു കാണുന്നുണ്ട്. ബി എന്ന് പറയുന്നത് തനിച്ചറിയാലോ, ഒറ്റയ്ക്ക് ജീവിക്കുന്നൊരു ജീവിയല്ല അത്. ഒരുമിച്ച്, എന്നാൽ ആ ഒരുമിച്ച് ചെയ്യുന്ന പ്രയത്നത്തിൻ്റെ ഒരു ഫലം, അത് നമ്മൾ ആ കുഞ്ഞു ജീവിയാണെങ്കിൽ പോലും അത് അത്രയും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു കൂട്ടത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതലായിട്ട് എല്ലാ കാർഡ്സും എടുത്തിട്ട് നമുക്ക് നോക്കാം. കോസ്മിക് എഗ് ആണ് വന്നിട്ടുള്ളത്. ടെൻ ഓഫ് കപ്പ്, ഹാങ്ഡ് മാൻ, മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ടെൻ ഓഫ് വാൺസ്, ഏസ് ഓഫ് പെൻഡക്കിൾ. ബോട്ടം വന്നിട്ടുള്ള ടവറാണ്. ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ്. ഇതൊരു നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള മാറ്റമായിരിക്കാം ചിലപ്പോൾ. ഇത് നിങ്ങൾ പാസ്റ്റിൽ വിചാരിച്ചിരുന്ന കുറേ കാര്യങ്ങൾ അതങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരുന്നൊരു സമയമായിരിക്കാം. ജീവിതത്തിലൊരു അടിമുടി ഒരു പരിവർത്തനം വരുന്ന സമയമാണ്. നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുന്നുണ്ട്. ഇതൊരു ഹാങ്ഡ് മാൻ പോലത്തെ ഒരു കാർഡാണ്, പക്ഷേ ടവറാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല യഥാർത്ഥത്തിലുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സത്യം വെളിവാകുന്ന ഒരു സമയം കൂടിയാണ് അത്. നിങ്ങൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സത്യം നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഈഗോ ഫുള്ളി പോണ തരത്തിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. അത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ കഴിവുകളിൽ എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ ഇന്നത്തെ ദിവസം ഇല്ലാതായിരിക്കാം. പൂർണ്ണമായും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട് എന്നാണ് കാണുന്നത്. ഇതിൽ ബിയും വന്നിട്ടുണ്ട്, കോസ്മിക് എഗ്ഗും വന്നിട്ടുണ്ട്. ഇതൊരു കോസ്മിക് എഗ് എന്ന് പറയുന്നത് ഒരു പരിവർത്തനത്തിൻ്റെ കാർഡാണ്. ഇതിൽ നിങ്ങളുടെ ഉള്ളിലുള്ള എന്തോ ഒരു കാര്യം അത് ഈ ഒരു സമയം നിങ്ങൾക്ക് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ ആരംഭം. ഇത് കോസ്മിക് എഗ്ഗിൻ്റെ കൂടെ ഉള്ളത് സ്നേക്കാണ്. അപ്പം അത് സർപ്പമാണ്. അപ്പോൾ പരിവർത്തനമാണ് ഇതിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകത. കാരണം നിങ്ങൾ വിചാരിക്കാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ സോളിന്ന് നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരുന്ന ഒരു സമയമാണ്, ഒരു പുതിയ തുടക്കം. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളൊരു സത്യം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ആവേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത്, അത് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ആ കാര്യത്തിന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. ബി എന്ന് പറയുന്നത് ശരിക്കും സ്ഥിരോത്സാഹമുള്ള ഒരു ജീവിയാണ്. ഒരുപാട് കഠിനാധ്വാനം ചെയ്ത, എന്നാൽ കൂട്ടത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജീവിയാണ്. അപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം
ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നിങ്ങൾ ആക്റ്റീവായി നിന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സംഭവിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ഇതായിരിക്കാം. കാരണം ആൾറെഡി ഇവിടെ ഒരു ടവർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ സത്യമല്ലെന്നും അതൊക്കെ അത് തെറ്റായി, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത്രയും നാൾ വിചാരിച്ചിരുന്ന കാര്യം തെറ്റായിപ്പോയി എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. അത് ഒരു സ്പിരിച്വലായിട്ട് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു പരിവർത്തനം നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ദൈവത്തിൽ കൂടുതൽ വിശ്വാസം വരുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരുന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഇതിൽ ഓവർ തിങ്കിങ് കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കുക. നമ്മളിലേക്ക് തന്നെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. പിന്നെ 10 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ഹാങ്ഡ് മാനും. അപ്പോൾ ചില ആൾക്കാർ പുറത്തിറങ്ങാതെ, നിങ്ങൾ വേറൊരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാതെ, സന്തോഷങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരു മൂഡ് ഓഫ് ആയിരുന്ന ആൾക്കാർ അവരുടെ ആ ഒരു എനർജി ഷിഫ്റ്റ് ആകുന്നു, ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ്. അത് മാറിയിട്ട് നിങ്ങളുടെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ടോ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ ഒരു ഔട്ടിങ്ങിന് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ചേരുന്ന ഒരു ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അതുപോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന ദിവസം പോകേണ്ടതായിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് ഫാമിലി ഉള്ള ആൾക്കാരുടെ വിവാഹമോ അങ്ങനെ അതായത് കുറേ കാലം കാണാതിരുന്ന ഫാമിലി മെമ്പേഴ്സിനെ ഇന്നത്തെ ദിവസം കാണാൻ പറ്റും എന്നാണ് കാണുന്നത്. ഒരു വിവാഹമോ അങ്ങനെയുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഷഷ്ടിപൂർത്തിയോ ഒക്കെ ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ മൂൺ കാർഡാണ്. ആവശ്യമില്ലാതെ ചിന്തിച്ച് നമ്മളിങ്ങനെ കാട് കയറുന്നൊരവസ്ഥ. കുറേ ആൾക്കാരുടെ നടുക്കിരിക്കുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കും. നമ്മളെ മനസ്സിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് തരും. ഇത് നോക്കിക്കോ ഇതെന്താണ് എന്ന് ആവശ്യമില്ലാതെ കുറേ പ്രശ്നങ്ങൾ നമ്മളുടെ മനസ്സിങ്ങനെ കൊണ്ടിട്ട് തരും എന്നാണ് കാണുന്നത്. ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. മാത്രമല്ല നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തോന്നാനൊക്കെ സാധ്യതയുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെന്നും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകണമെന്നും ഒക്കെ യാത്ര ചെയ്യണമെന്നും ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. ഇതിൽ ഒരു 10 ഓഫ് വാൻസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നു, നമ്മളെ കൊണ്ട് പറ്റാത്ത ഭാരം ഇങ്ങനെ ചുമന്ന് കിടക്കുന്ന ആൾക്കാരാണ്. നമ്മളുടെ കാര്യങ്ങളും മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കുന്ന ഒരു എനർജിയാണ്. നമ്മൾ എപ്പോഴും നമ്മൾ ഈ പറ്റാത്ത ഭാരം നമ്മൾ കൊണ്ടു കിടക്കാൻ പാടില്ല. നമുക്ക് ആൾറെഡി കുറേ ഭാരങ്ങളുണ്ട്, കർമ്മഭാരങ്ങളുണ്ട്. അപ്പം അതും മറ്റുള്ളവരുടെ ഭാരവും കൂടി ചുമക്കരുത്. ഇതിൽ ഒരു സ്പിരിച്വൽ മീനിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മദോഷങ്ങളെ കൂടാതെ നിങ്ങൾ മറ്റുള്ളവരെ കർമ്മദോഷങ്ങളും എടുക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ സംസാരത്തിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ അത് നിങ്ങളുടെ ഏറ്റവും ഇപ്പം കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാർ കുറേ കർമ്മമുള്ള ആൾക്കാരായിരിക്കും. മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആൾക്കാരും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരും മറ്റുള്ളവരെന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും ഒക്കെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു കൂട്ടിൽ പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ പെട്ട് നമ്മളും അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കലി നമ്മളും ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകും. മറ്റുള്ളവരുടെ കാര്യം അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവാം, മറ്റുള്ളവരെ കുറ്റം പറയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാകാം. നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ കുറിച്ച് ആവശ്യമില്ലാതൊക്കെ പറയും നമ്മൾ. അത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പറയണതാണെങ്കിൽ പോലും അതൊരു വലിയ കർമ്മ ഉണ്ടാക്കി വെക്കും. ഈ പറയുന്ന ആൾക്കാരുടെ കർമ്മ റിലീസ് ചെയ്യും, ആ കർമ്മ നമ്മളെടുക്കും. എപ്പോഴും മനസ്സിലാക്കുക, ആവശ്യമില്ലാത്ത കർമ്മ ഉണ്ടാക്കി വെക്കരുത്. ഇതിലൊരു ഈ ഒരു 10 ഓഫ് വാൻസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഒരുപാട് ഭാരം, നിങ്ങളുടെ ജോലി മാത്രമല്ല മറ്റുള്ളവരുടെ ജോലിയും കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നാണ്. നിങ്ങൾക്ക് അവനവൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ആൾറെഡി ഇഷ്ടംപോലെ ജോലിയുണ്ട്, ഇഷ്ടംപോലെ ഭാരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റുള്ളവരും കൂടെ എടുത്തു വെച്ച് നമുക്ക് ശരീരത്തിന് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുന്ന ആൾക്കാരുടെ എനർജി. അപ്പം ഒന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കുക. അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ മൂൺ കാർഡ് വന്നിട്ടുള്ളത്. വളരെ വിഷമോ മാനസിക അസ്വസ്ഥതകളും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? അപ്പോൾ നമുക്ക് ഒരു സമയം പോലും ഒന്ന് വെറുതെ ഇരിക്കാൻ പറ്റാത്ത വണ്ണമുള്ള ജോലി എടുത്ത് എന്നാൽ മറ്റുള്ളവർ നല്ല വാക്ക് പറയുമില്ല.
അങ്ങനെ ചിന്തിക്കുന്ന, അപ്പോൾ ഒരു സന്തോഷം ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഏസ് ഓഫ് പെന്റക്കിൾ, നിങ്ങൾ ചേഞ്ച് ആകേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾക്ക് പരിവർത്തനം വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ നമ്മളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാതിരിക്കുക. ഇപ്പം ഇതിൽ ഈ കർമ്മഭാരങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ വെറുതെ മറ്റുള്ളവരെ കാര്യം കേൾക്കുന്നതും ആവും കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ടായാലും അല്ലാതെ ആയാലും അവരുടെ കുറേ കഥകൾ പറയും, നമ്മളതങ്ങ് എൻജോയ് ചെയ്ത് കേൾക്കും. അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മളുടെ എനർജി ഡ്രെയിനായി പോകുമെന്ന് എപ്പോഴും മനസ്സിലാക്കുക. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അവരവരുടെ കർമ്മം കൊണ്ട് ഉണ്ടാക്കി വെച്ച കാര്യമാണ്. ഇത് എല്ലാ കാര്യങ്ങളും കർമ്മ ബേസ്ഡ് ആണ്. അപ്പം എന്ത് സംഭവിച്ചാലും നല്ലതും ചീത്തയും വരുന്നത് കർമ്മം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അവരുടെ കർമ്മം കൊണ്ടായിരിക്കും അവർക്കൊരു മോശം അവസ്ഥ വരുന്നത്. നമുക്കതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ അവരുടെ കഥ മൊത്തം കേൾക്കാൻ നിൽക്കരുത്, അവരുടെ എനർജി മൊത്തം എടുക്കാൻ നിൽക്കരുത്. അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് ഇങ്ങനെ നമ്മൾ സിമ്പതി പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ചെയ്യാതിരിക്കുക. അവർക്ക് ഒരു വഴി പറഞ്ഞു കൊടുക്കാം, പക്ഷെ അവർക്ക് അവരുടെ കർമ്മം എടുക്കാതിരിക്കുക. റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡാണ്. ഇന്ന് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇത്. നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലം നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കേണ്ടി വരുന്നൊരവസ്ഥ. അതാണ്. നിങ്ങൾ ചിലപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല, ഒരു കഴിവില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവരുടെ മുന്നിൽ നിങ്ങൾക്കൊരു റെക്കഗ്നിഷൻ കിട്ടുന്നു എന്നുള്ളതാണ്, ഒരു റിവാർഡ് കിട്ടുന്നു, നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലം കിട്ടുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ മത്സര പരീക്ഷകളിൽ ജയിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഏറ്റവും നല്ലതായിട്ട് തീർന്നതിൻ്റെ ഒരു റിവാർഡായിരിക്കാം. അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് ഡിഫീറ്റ് ആണ്. ചില ആൾക്കാരുമായിട്ട് ഇന്നത്തെ ദിവസം ഒരു കോൺഫ്ലിക്റ്റ് വന്നേക്കാം. അതിൽ നമ്മൾ തോറ്റുപോയേക്കാം. അതും കൂടെ പറയാം. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ല. ചില ദിവസങ്ങളിൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ഒരു തോൽവി വന്നേക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ ആരുമായിട്ടൊരു കോൺഫ്ലിക്റ്റിന് പോകാതിരിക്കുക. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. പാസ്റ്റിൽ നിങ്ങളെ ചതിച്ച, അല്ലെങ്കിൽ നിങ്ങളെ ഒന്നും അല്ലാതാക്കിയ, നിങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞ ആ സ്ഥലത്ത് നിങ്ങൾക്കൊരു വിജയിയായിട്ട് നിൽക്കാനുള്ള ഒരു അവസരം വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ഇന്നായിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കാം. നിങ്ങൾ എവിടെയാണോ തോറ്റുപോയത്, ഇതിപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ തോറ്റുപോയി താഴോട്ട് പോയ ഒരു എനർജിയാണ്. അവിടെ നിന്നാണ് നിങ്ങൾ ഈ ഒരു റിവാർഡ് വാങ്ങിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളുടെ ഹാർഡ് വർക്കും കൊണ്ട് നിങ്ങളുടെ ജീവിതം ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ടവർ ഇവിടെ 2 തവണ വന്നിട്ടുണ്ട്. അപ്പം അതും നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു ഇതിൽ നമ്മൾ താണു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് നമുക്ക് വീണ്ടും ആ ഒരു പടി കയറി മുകളിലേക്ക് പോകാൻ പറ്റും. നമ്മളെ ദൈവം കൈ പിടിക്കുന്നുമുണ്ട്. അപ്പം നമ്മളത് ഉറപ്പിച്ച് വിശ്വസിക്കുക. സേക്രൽ ചക്രയാണ് നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രം ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി ഉണരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് വന്നേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഐഡിയ വരുമ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് ആവശ്യം വരും. ഈ തോട്ട്സ്, ഒരു ഗട്ട് ഫീലിംഗ് പോലെ വരുന്ന കാര്യങ്ങൾ, അത് ഇൻഡ്യൂഷനാണ്, അത് എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊന്നും തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് സാഹചര്യം ഉൾപ്പെടെ നിങ്ങളൊന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഈ സേക്രൽ ചക്രയിലുള്ള ബ്ലോക്കേജസ് ഒക്കെ മാറുന്നു എന്നാണ് കാണുന്നത്. നല്ല ആക്റ്റീവ് ആകുന്നുണ്ട് അത്. 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതൊരു സ്പിരിച്വൽ യൂണിയൻ. അപ്പോൾ ഇതൊരു 2 ഓഫ് കപ്സ് ആണ്. 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത് 2 വ്യക്തികൾ, നിങ്ങളുടെ സോൾ പാർട്ട്ണർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി. ചിലപ്പോൾ അത് നിങ്ങളെ കാണണമെന്നൊന്നുമില്ല കേട്ടോ. സോൾ പാർട്ട്ണർക്ക് നിങ്ങളുമായിട്ടൊരു യൂണിയൻ ഉണ്ടാകാൻ നമ്മുടെ സോളുകൾ തമ്മിൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ആൾറെഡി സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഫെമിനിൻ മസ്കുലിൻ എനർജി അത്
ഒരു യൂണിയൻ സംഭവിക്കുന്നതാകാം, ബാലൻസിൽ വരുന്നതാകാം. അപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പരിവർത്തനം വരും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളുടെ ഉള്ളിലുള്ള ഫെമിനിൻ മസ്കുലിൻ എനർജി ഒന്ന് മെർജ് ആകുമ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും കാണുന്നുണ്ട്. ഇന്ന് വളരെ വലിയൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടും കേട്ടോ നിങ്ങൾക്ക്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ വെറുതെ ഇരിക്കുന്ന സമയത്തോ ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.